ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗുഡ് മോർണിംഗ്. ഇന്നിപ്പം ഒഴിവ് ദിവസമാണല്ലോ, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നേരത്തെ എണീക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുമാത്രമല്ല കേട്ടോ, തലേ ദിവസത്തെ തലവേദന തുടങ്ങിയിട്ട് അതിൻ്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും ബാക്കി കിടപ്പുണ്ട്. ഇപ്പോഴും ഏത് തരത്തിലുള്ള തലവേദനയാണ് എനിക്ക് വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ. കാരണം സൈനസൈറ്റീസ് ഉണ്ട്, മൈഗ്രെയിൻ ഉണ്ട്, BP ലോ ആയിട്ടുള്ള തലവേദനയുണ്ട്. ഇതിലേതാണ് വരുന്നതെന്ന് എനിക്കിപ്പോൾ പലപ്പോഴും കൺഫ്യൂഷനാണ്. ഒന്നാമത്തെ ഓവർ തിങ്കിങ് ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും ചിലപ്പോൾ എനിക്കിത് വേറെ വല്ല അസുഖമാണോ, ഇങ്ങനെ പലതും ഞാൻ ചിന്തിച്ച് കൂട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വോമിറ്റിംഗ് ടെൻഡൻസിയും തലവേദനയും ഒക്കെ ആയിട്ടുള്ള ഒരു ദിവസമാണ്. രാവിലെ വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. എണീറ്റ് വന്ന് വീണ്ടും പോയി കിടന്നൊരു ദിവസമാണ് കേട്ടോ. വീണ്ടും ഞാൻ എണീറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് എണീക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ തലേ ദിവസത്തെ പോർക്ക് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ച പോർക്കാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നത്. അപ്പോൾ അത് രാവിലെ തന്നെ ഞാൻ ചൂടാക്കേണ്ട സാധനങ്ങളൊക്കെ ചൂടാക്കി വെക്കും കേട്ടോ. ഇന്നലെ രാത്രി പോർക്കിൻ്റെ ഒപ്പം തന്നെ മത്തി അയിലയും വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല നെയ്യുള്ള മത്തിയും അയിലയായിരുന്നേ. അപ്പം അത് ഞാൻ ഇന്നലെ രാത്രി തന്നെ നേരാക്കി അങ്ങ് വെച്ച്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മത്തി നേരാക്കി എനിക്ക് അത്ര പാടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ അതും പ്രത്യേകിച്ച് വലിയ മത്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനത് ഇന്നലെ രാത്രി തന്നെ നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലെ മത്തി എടുത്തിട്ട് ഞാൻ മസാലയൊക്കെ പരട്ടി അങ്ങ് വെച്ചു. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഈറ്റപ്പോഴേ വിചാരിച്ച് കുളിച്ചിട്ട് കയറാമെന്ന്. കാരണം എന്താ വെച്ചാൽ തലയ്ക്കൊക്കെ ഒരു സുഖം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചേ. പക്ഷേ ഞാൻ വിചാരിച്ചു മസാലയൊക്കെ പരട്ടി ചൂടാക്കാനുള്ളതൊക്കെ ചൂടാക്കി ചോറൊക്കെ തെർമോ കുക്കറിൽ ഇറക്കി വെച്ചിട്ട് കുളിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ പണികൾ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ എന്നിട്ട് ഞാൻ എണ്ണ ചൂടാക്കിയിട്ടാണ് കേട്ടോ ഇന്ന് തലയിൽ മസാജ് ചെയ്തിട്ട് കുളിക്കാമെന്ന് വിചാരിച്ച്. തല മസാജ് ചെയ്യുമ്പോൾ തലയ്ക്കൊരു സുഖം കിട്ടും. തലയിലൊരു മസാജൊക്കെ കൊടുത്ത് എണ്ണയൊക്കെ പരട്ടി കുളിച്ചതിൻ്റെ ഒരു ആശ്വാസവും സമാധാനവും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ പോയത് കുളി കഴിഞ്ഞിട്ട് ടെറസിൻ്റെ മുകളിലേക്കാണ്. എന്തിനാന്ന് വെച്ചാൽ ഇന്ന് ഉച്ചയ്ക്കുള്ള കറികൾക്ക് എന്തെങ്കിലുമൊക്കെ നോക്കണം. ഒന്ന് നമുക്ക് പോർക്ക് ഇരിപ്പുണ്ട്, പിന്നെ മത്തി ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്നാലും നമുക്കൊരു ഉപ്പേരി വേണം. നമ്മുടെ വീഡിയോയിൽ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, ഉച്ചയ്ക്കുള്ള ഒരു ഉപ്പേരി തോരനൊക്കെ ഉള്ളത് നമ്മുടെ വീട്ടിൽ നിന്നാണ് മിക്കവാറും നമ്മൾ ഉണ്ടാക്കാറ്. ഇനിയിപ്പോൾ അഥവാ ഇല്ലെങ്കിൽ മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാറുമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10 കോവയ്ക്ക ഞാൻ മുകളിൽ ടെറസിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് തന്നെ. അപ്പോൾ ഇതൊരു 10 എണ്ണാണെങ്കിലും 10 എണ്ണം നമുക്ക് വിഷമടിക്കാത്തൊരു പച്ചക്കറിയാണല്ലോ. ഒഴിവ് ദിവസങ്ങളിൽ മാത്രമേ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് നടക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ നമുക്ക് ഇവർക്ക് സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴേക്കും അതുപോലെ തന്നെ ചേട്ടനാണെങ്കിൽ പോകുമ്പോഴേക്കൊക്കെ നമുക്ക് എല്ലാം ആവണം. അതുകൊണ്ടാണ് ഇപ്പോൾ തിരഞ്ഞ് നടക്കുന്നത്. ഒന്നില്ലെങ്കിൽ നമ്മുടെ ടെറസിൽ, ഇല്ലെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെയാണ് കേട്ടോ ഞാൻ മിക്കവാറും എല്ലാം ഉപ്പേരിക്കുള്ളതൊക്കെ തിരയുന്നത്. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലത്തെ പൂച്ചയുണ്ടല്ലോ ജിഞ്ചു, അവളുടെ 2 കുട്ടികളെ കാണാണ്ട് അവൾ 2-3 ദിവസമായിട്ട് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. ഒരു അമ്മയുടെ വേദനയാണ് കേട്ടോ ഞാൻ ശരിക്കും അവളിൽ കണ്ടത്. കാരണം എന്താ വെച്ചാൽ 2-3 ദിവസമായി കരഞ്ഞുകൊണ്ട് നടക്കുക. നമ്മൾ ഭക്ഷണം കൊടുത്താലടക്കം കഴിക്കില്ല. കാരണം 2 കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നല്ലോ, നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും. അപ്പോൾ ആ കുട്ടികളെ കാണാനില്ല. അവളുടെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ്റെ സ്റ്റോറിയൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിചാരിക്കും പൂച്ചകൾക്ക് ഉണ്ടോ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന്. എന്നാൽ പൂച്ചകൾക്കും ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുള്ള അനുഭവം കൊണ്ട് പറയുന്നത്. അപ്പോൾ അവളിങ്ങനെ നന്നായിട്ട് കുട്ടികളെ നോക്കുമായിരുന്നു. നന്നായിട്ട് പറഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും പേടിയാണ് ആൾക്ക്. കുട്ടികളുടെ അടുത്ത് ആരെങ്കിലും വന്നാൽ തന്നെ പേടിയാണ്, പിടിച്ചു കൊണ്ടുപോകുമെന്നൊക്കെ. അപ്പോൾ അത്രയും നന്നായിട്ട് നോക്കി സേഫായിട്ട് ആൾ കൊണ്ട് നടക്കണ്ടായിരുന്നു കേട്ടോ. ആദ്യം പ്രസവിച്ചിട്ടൊക്കെ കുറച്ച് നാൾ നമ്മുടെ മുകളിലത്തെ റൂമിലായിരുന്നു. പിന്നീട് നമ്മൾ വിറക് വരയിലേക്ക് മാറ്റിയിട്ടോ. കാരണം കുട്ടികൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ സ്മെല്ലൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാറ്റിയതാണ്. അപ്പോൾ അവിടെ നിന്ന് ഇത്ര ദിവസം സേഫായിട്ട് അവൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് എവിടുന്നോ 2 ദിവസമായിട്ട് കാണാണ്ടായിട്ടുണ്ട്. ആളെന്നെ എവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് തോന്നുന്നു. ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ വലിയ സൗണ്ടൊന്നും കേൾക്കാനില്ല എന്നാണ് കേട്ടോ. അപ്പുറത്തെ വീട്ടുകാരും ഒക്കെ അവൾക്ക് ഭക്ഷണവും എല്ലാം കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കഥയാണ് ഞങ്ങളവിടെ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാത്രം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ലിങ്കൊക്കെ മുന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാനിപ്പോൾ എടുക്കുന്ന ഈ കത്തി ആയാലും നമ്മൾ അപ്പം തന്നെ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു പാത്രം എന്ന് പറയുന്നത് സ്ട്രെയിനറായിട്ടും ഡ്രെയിനറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഒരു പ്രൊഡക്റ്റായിട്ടാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. അത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത്. അപ്പം ഞാൻ ഇത് കോവയ്ക്ക ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് കുറച്ച് പച്ചമുളകും കൂടി അരിഞ്ഞിടുകയാണ് കേട്ടോ. അതാണ് ഇന്നത്തെ നമ്മുടെ ഉപ്പേരി എന്ന് പറയാം, ഇല്ലെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക എന്നൊക്കെ പറയാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇന്ന്. അങ്ങനെ കോവയ്ക്ക നമ്മൾ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ടെറസിൻ്റെ മുകളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയ കുറച്ച് പച്ചമുളകും കൂടി ഉണ്ട് കേട്ടോ. പക്ഷെ അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. ഇതിന് കണ്ട എരിവില്ല എന്നൊക്കെ തോന്നും, പക്ഷെ അത്യാവശ്യം നല്ല എരിവുണ്ട്. എന്നാലും ഞാൻ കുറച്ച് മുളക് കൂടുതൽ ഇടാമെന്ന് വിചാരിച്ച്. പിന്നെ സച്ചു കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ മുളക് കുറച്ച് കൂടുതൽ ഇട്ട് കേട്ടോ. അവനാകുമ്പോൾ ഇത്ര എരിവൊന്നും പറ്റില്ല. പിന്നെ എനിക്ക് രാവിലത്തെ നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ
ഞാൻ 2 മുട്ട പുഴുങ്ങിയത് ഇതുപോലെ ആക്കിയിട്ട് അതുപോലെ കട്ട് ചെയ്ത് വെച്ച് ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു 2 തവണയായിട്ട് കിട്ടുന്ന മുട്ട ഇങ്ങനെ ഉടയുണ്ട് കേട്ടോ. അതിന് മുന്നത്തെ മുട്ടകൾക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. ആ സമയം കൊണ്ട് നമുക്ക് മത്തി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. ടെറസിൽ നിന്ന് പറിച്ചെടുത്ത കുറച്ച് പച്ചമുളക് ഉണ്ടായിരുന്നില്ലേ, അത് നമ്മൾ കോവയ്ക്കയിൽ അരിഞ്ഞതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാൽ അത് നമുക്ക് മത്തി ഫ്രൈ ചെയ്യുന്നതിലേക്ക് ഇടാമെന്ന് വെച്ചിട്ട് ഞാൻ അതിലേക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനി ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അപ്പോൾ അത് മുഴുവനായിട്ട് ഇന്ന് കഴിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ സാധാരണയായിട്ട് എനിക്ക് സെപ്പറേറ്റ് ഫ്രൈ ചെയ്തെടുക്കണതാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ ഞാൻ ഇന്ന് മത്തിയുടെ കൂടി ഇട്ടു എന്നുള്ളത് മാത്രം. സെപ്പറേറ്റ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കോവയ്ക്ക ഫ്രൈയും ആയിട്ടുണ്ട്, നമ്മുടെ മത്തി ഫ്രൈ ചെയ്യാനും വെച്ചിട്ട് അതുള്ളതും ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് വെച്ച മുട്ട ചേട്ടൻ എടുത്ത് കൊണ്ടുപോയി കേട്ടോ. പിന്നെയും ഞാൻ 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇഞ്ചി ചായയാണ് ഞാൻ വെച്ചത്, കാരണം വയറിൽ വല്ല പ്രശ്നങ്ങളോ നമുക്ക് ദഹനക്കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇഞ്ചി കഴിക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ ഇന്ന് ഇഞ്ചി ചായയിലിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സാധാരണ എനിക്ക് ഇഞ്ചി ചായ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഏലക്ക ചായനൊക്കെ ഇഷ്ടം ഇഞ്ചി ചായയാണ് കേട്ടോ. ഇന്നലെ കൊണ്ടുവന്ന് വെച്ചാൽ തന്നെ കുറച്ച് അയിലയും കൂടി ഇരിപ്പുണ്ട്. അപ്പം അത് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഉള്ളി ഇഞ്ചിയൊക്കെ നേരാക്കി എടുക്കുകയാണ് കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ ഞാൻ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കാരണം ഞാൻ മാത്രമാണല്ലോ ചായ കുടിക്കുന്നത്. ഇന്ന് ചായ കുടിക്കാനൊക്കെ വളരെ ലേറ്റായിട്ടാണ് കേട്ടോ കുടിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ മാത്രമേ കുടിക്കുന്നുള്ളൂ. അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് കാലും നേരും കാലൊന്നും ഇല്ല കേട്ടോ. നമ്മൾ പണ്ടുള്ളവർ പറയല്ലോ നേരും കാലൊന്നും ഇല്ലയെന്ന്, അതാണ്. അപ്പോൾ സച്ചുവിനാണെങ്കിൽ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടും ഇല്ലല്ലോ. അപ്പം ഞാൻ എന്നാൽ അവന് ന്യൂസ്ലി കൊടുക്കാമെന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവന് ഇതുപോലെ പാലൊഴിച്ച് കൊടുത്താൽ ന്യൂസ്ലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ കുടിക്കാറുണ്ട് കേട്ടോ. പിന്നെ പരിഭവവും പരാതികളൊന്നും അധികം പറയാത്ത ആളായതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അവനെ ഒപ്പിച്ച് വിടാൻ പറ്റും കേട്ടോ. അങ്ങനെ മീൻകറിക്കുള്ളതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചായ കൂടി കഴിയുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് മീൻകറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. സാധാരണത്തേതുപോലെ തന്നെയാണ് ഞാൻ മീൻകറി വെക്കുന്നത്. നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ പലതരത്തിലുള്ള മീൻകറി വെക്കുന്നത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത മീൻകറി തന്നെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ പ്രത്യേകം എടുത്തു പറയുന്നൊന്നുമില്ല. കല്യാണങ്ങൾക്കും വിശേഷങ്ങൾക്കൊക്കെ സദ്യയിൽ വിളമ്പുന്ന ഒരു മീൻകറി ഉണ്ടല്ലോ, ആ ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. പക്ഷേ നമ്മുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും കേട്ടോ. ഇത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം വെറുതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അങ്ങനെ പച്ചയ്ക്കാണ് നമ്മൾ ചേർക്കുന്നത്. മറ്റേത് അങ്ങനെ നമ്മൾ പൊടി വറുത്തിട്ടാണ്, അതായത് ഒന്ന് എണ്ണയിൽ ചൂടാക്കിയിട്ടാണല്ലോ, അപ്പോൾ അതിൻ്റെ കളറ് പോവും. ഇങ്ങനെ ആകുമ്പോൾ അതിൻ്റെ കളറ് പോവില്ല കേട്ടോ. കാശ്മീരി ചില്ലി ഇല്ലാത്തതുകൊണ്ടാണ് ഈ കളറ് കാണാത്തത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ വെക്കുന്നത് കേട്ടോ. അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി എല്ലാവരും ഇടുമോയെന്ന് എനിക്കറിയില്ല, എനിക്ക് വെളുത്തുള്ളി ഇരുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പം ഞാൻ അതും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുതിർത്ത് വെച്ച കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ കല്യാണങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം കുടംപുളി ഒന്ന് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കും തോന്നുന്നു. ഞാനിങ്ങനെയാണ് കേട്ടോ കുതിർത്ത് വെക്കാൻ ആണ് പതിവ്. അല്ലെങ്കിൽ നമ്മൾ കുതിർത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾക്ക് കുതിരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുടംപുളി ഇട്ടിട്ട് അതൊന്ന് തിളപ്പിച്ചെടുത്താലും മതിയാവും. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ മീൻകറി വെക്കാൻ തുടങ്ങും. അങ്ങനെ ചെയ്താലും മതിയാവും കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഈ മുന്നിൽ കാണുന്ന ഊഞ്ഞാലിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് കേട്ടോ. ആദ്യ സമയത്തൊക്കെ നമ്മൾ അതിൽ നിന്ന് ഇറങ്ങില്ലായിരുന്നു. അല്ലെങ്കിലും പുതിയ സാധനം കിട്ടുമ്പോൾ അങ്ങനെയാണല്ലോ, നമുക്ക് ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും, പിന്നീട് അതൊരു മൂലയ്ക്ക് കൊണ്ടിടും. അതേപോലെ തന്നെയാണ് കേട്ടോ ഈ ഊഞ്ഞാൽ. ഇപ്പോൾ ആർക്കും അതിന് വേണ്ടാതെയായി. പിന്നെ ആരെങ്കിലും പുറത്തുനിന്ന് വരുന്നവരാണ് കേട്ടോ പിന്നെയും ഇതിലിരിക്കുക. നമ്മുടെ വീട്ടിൽ നമുക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട ഇടങ്ങളുണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ഇടമാണ് കേട്ടോ എനിക്കിതും. കാരണം എന്താ വെച്ചാൽ ഇവിടെ വന്നിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്താ വെച്ചാൽ എന്തുകൊണ്ടും വന്നിരിക്കാറില്ല എന്ന് മാത്രം കേട്ടോ.
കുറേ കാലങ്ങൾക്ക് മുന്നേ നമ്മുടെ മുറ്റത്തായിരുന്നു ഈ ഊഞ്ഞാൽ. പിന്നീട് നമ്മൾ ഇതിനൊരു സ്ഥലം കണ്ടെത്തിയതാണ് കേട്ടോ. ചേട്ടനെ ഇത് എടുത്ത് കളയാമെന്ന് പറഞ്ഞാണ്, നമ്മുടെ വീട്ടിൽ സ്ഥലമില്ല, ഇത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാണ് കേട്ടോ. പിന്നെ ഞാൻ സമ്മതിച്ചില്ല. അങ്ങനെ ഒരു സ്പേസ് പറഞ്ഞു കൊടുത്ത് ഞാൻ തന്നെയാണ് അവിടെ തന്നെ ഫിക്സ് ചെയ്തത്. അങ്ങനെ പുറത്തുനിന്ന് ഞാൻ ഉള്ളിലേക്ക് വന്നു കേട്ടോ. ഉള്ളിലേക്ക് വന്ന് നോക്കിയപ്പോൾ മീൻകറിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത്രയൊന്നും വെള്ളം വേണ്ട. നല്ല ഗ്രേവി തിക്കായിട്ടാണെങ്കിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. പിന്നെ കാശ്മീരി ചില്ലി ആണെങ്കിൽ ഇതിനൊക്കെ കളർ ഉണ്ടാവേ. പിന്നെ അതേ ചേട്ടൻ കുറച്ച് കള്ള് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ അതിലൊരു ഈച്ച. അപ്പോൾ അത് എടുത്ത് കളയാൻ നോക്കുകയാണ് ഞാൻ. ഈച്ച എന്താണെന്ന് ഞാൻ ചോദിച്ചു പിന്നെ ചേട്ടനോട്. അപ്പോൾ പറഞ്ഞു ഒറിജിനൽ കള്ളിലൊക്കെ ഈച്ച ഉണ്ടാവും എന്നാണ് ചേട്ടൻ പറഞ്ഞത് കേട്ടോ. എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഒരു 1/2 ഗ്ലാസ് കുടിച്ചോ. ബാക്കിയുള്ള ഞാൻ അപ്പത്തിൻ്റെ മാവിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മധുരമുണ്ട്. ഇതെന്തത് ചെത്ത് കള്ളത്? ചെത്ത് കള്ള നല്ല കിട്ടും നല്ല ചെത്തത്. ഇത് ചെത്തിയോടത്തുനിന്ന് ഇറക്കിയത് തേനീച്ചയൊക്കെ ഉണ്ടായില്ലേ? അത് ഒറിജിനൽ സാധനമാണ്, വേറെ ഒന്നുമില്ല. ഒറിജിനൽ ചെത്ത് അപ്പം ഉണ്ടാക്കാൻ അല്ലേ? ഓക്കെ, നീ കുടിച്ച് വിറ്റാവുണ്ടോ? മതി ഓക്കെ.